മതങ്ങളും സിനിമയും സെൻസർ ബോർഡും. ഇന്ന് സിനിമകൾ നേരിടുന്ന വലിയ പ്രശ്നമാണ് അവയ്ക്ക് സെൻസർഷിപ്പ് കിട്ടുക എന്നുള്ളത്. സിനിമയിൽ രാഷ്ട്രീയപരമായോ മതപരമായോ ഏതെങ്കിലും വിഭാഗത്തിന് എതിരായുള്ള കണ്ടന്റ്സ് ഉണ്ട് എങ്കിൽ അത് കട്ട് ചെയ്യുക, സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുക തുടങ്ങിയവ. ഏതെങ്കിലും മതത്തിലെ ദേവന്മാരുടെ പേരുപയോഗിച്ച് പോയി എന്ന കാരണത്താൽ പോലും സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് ആണ്. എന്നാൽ അതിലും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇനി പറയാനുള്ളത്. നമ്മുടെ മതഗ്രന്ഥങ്ങളെ പറ്റിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന മതഗ്രന്ഥങ്ങൾ എല്ലാ മതത്തിൻ്റെയും അടിത്തറയാണ്. എന്നാൽ അതിലൊക്കെ ഉള്ള കണ്ടന്റ്സ് പലതും ഇന്നത്തെ സിനിമകളിൽ ഉള്ളതിനേക്കാൾ മോശമായതാണ്. മറ്റു മതസ്ഥരെയെല്ലാം കൊന്നൊടുക്കണമെന്നും ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും കല്ലെറിഞ്ഞു കൊല്ലണമെന്നും ദേവപ്രീതിക്കായി നരബലിയും മൃഗബലിയും പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ തുടങ്ങി കുല, വ്യഭിചാരം, യുദ്ധങ്ങൾ ഇവയൊക്കെയും പ്രോത്സാഹിപ്പിക്കുകയും അന്യമത വിദ്വേഷങ്ങൾ എടുത്തുകാട്ടുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ ആണ് അവയിൽ പലതും. ഇവയൊക്കെ വലിയ രീതിയിൽ മനുഷ്യനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് കാണുന്ന തീവ്രവാദ ആക്രമണങ്ങളും യുദ്ധങ്ങളും എല്ലാം. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒരു ക്രോഡീകൃത ബുക്കാക്കിയിട്ട് വർഷങ്ങളായിട്ടും ഇന്നും അതിനുള്ളിലെ ഇത്തരത്തിലുള്ള ടോക്സിക് കണ്ടന്റുകൾ ഒഴിവാക്കി കൊണ്ട് ഒരു അപ്ഡേറ്റഡ് വേർഷൻ പുറത്തിറക്കുവാൻ ഇന്ന് വരെ ഒരു സെൻസർ ബോർഡുകളും മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോഴെങ്കിലും ഈ മതഗ്രന്ഥങ്ങളെ ബാൻ ചെയ്യണമെന്ന് പറയുന്നില്ല. അതിനുള്ളിലെ ടോക്സിക് കണ്ടന്റുകൾ ഒഴിവാക്കി ഒരു പുതിയ വേർഷൻ ഇറക്കുകയും പഴയത് ബാൻ ചെയ്യുകയും ആണോ എങ്കിൽ ഒരു 100 വർഷത്തിന് ശേഷം വരുന്ന തലമുറയെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. ഇതൊന്നും ചെയ്യുവാൻ ഇവിടുത്തെ മതഭ്രാന്തന്മാരും അവരെ താങ്ങി നിൽക്കുന്ന രാഷ്ട്രീയക്കാരും അനുവദിക്കില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അറ്റ്ലീസ്റ്റ് സിനിമയിൽ മദ്യപിക്കുന്ന സീൻ വരുമ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നും കുട്ടികളെ ആക്രമിക്കുന്ന സീൻ വരുമ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമം കുറ്റകരമെന്നും എഴുതി കാണിക്കുന്നത് പോലെയെങ്കിലും ഈ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ടോക്സിക് പോർഷൻസിലെല്ലാം ഇതുപോലുള്ള വാർണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ചേർത്ത് ഒരു പുതിയ വേർഷനെങ്കിലും ഇറക്കിയിരുന്നു എങ്കിൽ വളരെ നന്നായിരുന്നു.